ഇറാൻ നാവികപ്പടയുടെ 158 കപ്പലുകൾ തകർത്തു എന്ന അവകാശവാദവുമായി ട്രംപ്. ഇറാന്റെ നട്ടെല്ല് ഒടിച്ച് അടങ്ങൂ എന്ന മട്ടിൽ ട്രംപ് ഭരണകൂടം നിലനിൽക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ഇറാനിയൻ തീരങ്ങളിൽ അമേരിക്കൻ നാവികസേന തകർത്ത് ആടുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത അമേരിക്ക ഇറാന്റെ എല്ലാ പ്രധാന തുറമുഖങ്ങളും ഉപരോധിച്ചതോടെ മേഖലയിൽ ഇപ്പോൾ കനത്ത സംഘർഷാവസ്ഥയാണ്. ഇതിനിടെ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇറാന്റെ നാവികപ്പടയുടെ നട്ടെല്ല് ഒടിച്ചുവെന്നും 158 ഇറാനിയൻ കപ്പലുകൾ ഇതിനോടകം തന്നെ സമുദ്രത്തിൽ മുക്കി എന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. ഇറാൻ നാവികസേന പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇനി അവരുടെ കൈവശം ചുരുക്കം ചില ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ മാത്രമാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ ബ്ലോക്കേഡിന് സമീപം വരാൻ ഏതെങ്കിലും ഇറാനിയൻ കപ്പലുകൾ ഇനിയും മുതിർന്നാൽ അവ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കപ്പെടും എന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം. ഇത് അവർക്കുള്ള മുന്നറിയിപ്പാണ്. ഉപരോധം ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലും ഉടൻ തന്നെ ഇല്ലാതാക്കും. അത് ഇതിനേക്കാൾ കടുപ്പമായിരിക്കും, അതിക്രൂരവും വേഗത്തിലും ഉള്ളതായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്ക വളരെ കർശനമായ നിലപാടാണ് ഇറാനെതിരെ സ്വീകരിക്കുന്നത്. ഇത് ചൈന പോലുള്ള രാജ്യങ്ങൾക്കും ഇറാനുമായി അടുപ്പം പുലർത്തുന്ന വിഘടനവാദ ശക്തികൾക്കും കനത്ത പ്രഹരമാണ് സമ്മാനിക്കുന്നത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നീക്കങ്ങളാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. അതും ഹോർമുസ് കടലിടുക്കിലെ ഗുണ്ടായുസത്തിനും അറുതി വരുത്താതെ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം. അതേസമയം ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുമായി 2 പടുകൂറ്റൻ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് കഴിഞ്ഞ മാസം US നൽകിയ താൽക്കാലിക ഇളവ് പ്രയോജനപ്പെടുത്തിയാണ് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ റിഫൈനറികൾ ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി പുനരാരംഭിച്ചിരിക്കുന്നത്. ഇറാൻ പതാക ഘടിപ്പിച്ച ഫെലിസിറ്റി സിക്ക തുറമുഖത്തും കുറക്കോവ പതാകയുള്ള ജയ ഒഡീഷ തുറമുഖത്തുമാണ് എത്തിയത്. ഒരു കപ്പലിന് 20 ലക്ഷം ബാരൽ എണ്ണ വഹിക്കാൻ ശേഷിയുണ്ട്. US നൽകിയ താൽക്കാലിക ഇളവ് ഏപ്രിൽ 19 അവസാനിക്കുകയാണ്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. USന്റെ സമ്മർദ്ദത്തെ തുടർന്ന് 2019 മെയ് മാസത്തിന് ശേഷം ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നില്ല ഇന്ത്യ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനും ഇറാൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ട്. ജയ ഫെലിസിറ്റി ഉൾപ്പെടെ ഇന്ത്യ എണ്ണ വാങ്ങാൻ ഉപയോഗിച്ച കപ്പലുകൾ USന്റെ ഉപരോധ പട്ടികയിലുള്ളവയാണ്. 20 വർഷത്തിലധികം പഴക്കമുള്ള കപ്പലുകളാണ് ഇവയിൽ ഭൂരിഭാഗവും. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില വീണ്ടും $100 മുകളിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്കായ ബ്രെന്റ് ക്രൂഡ് വില വിപ്പയ്ക്ക് $102.3, അമേരിക്കൻ ബെഞ്ച് മാർക്കായ WTI ക്രൂഡ് വില $104.2 വ്യാപാരം പുരോഗമിക്കുന്നത്. ഇറാനെ കീഴ്പ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ നീക്കം പൂർണ്ണമായും തടയും എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയാണ് വില വർധനയ്ക്ക് കാരണമായത് എന്ന് വിലയിരുത്തുന്നു. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം ഉടനടി പരിഹരിക്കപ്പെടില്ല എന്ന ആശങ്കയും ശക്തമാവുകയാണ്. ഇനിയും സംഘർഷം തുടർന്നാൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിക്കാകും ലോകം കളമൊരുങ്ങുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. അറേബ്യൻ ഉൾക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ നിന്ന് അടക്കമുള്ള ഊർജ്ജ നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതിനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പോകുകയും വരികയും ചെയ്യുന്ന കപ്പലുകളെ രാജ്യഭേദമില്ലാതെ തടയും എന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇറാനിൽ അമേരിക്കയും അതുപോലെ ഇസ്രായേലും ചേർന്ന് ആക്രമണം തുടങ്ങുന്നതിനു മുൻപ് ആഗോള ഇന്ധന നീക്കത്തിന്റെ 20% വരെ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് കടന്നുപോരുന്നത്. അതിനുശേഷം ഇത് കുറഞ്ഞു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഇന്ത്യയും ചൈനയും അടക്കം ഇറാന്റെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് മാത്രമാണ് ചരക്ക് നീക്കത്തിന് ഇറാന്റെ അനുമതി ഉള്ളത്. ഹോർമുസ് കടലിടുക്ക് തടയുന്ന സ്ഥിതി ഉണ്ടായാൽ ആഗോള ഇന്ധന ലഭ്യത ഇനിയും കുറയും. ഇത് എണ്ണവില വിപ്പയ്ക്ക് $150 കുതിക്കാൻ കാരണമായേക്കുമെന്നും വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.